ഒരു ചെയിൻസോ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഏണിയിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അത് ഓഫ് ചെയ്യുന്നതിന് പകരം അയാൾ ആ ചെയിൻസോ തന്റെ ബെൽറ്റിൽ കെട്ടിവെച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അയാൾ മുകളിലേക്ക് പോയപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെയിൻസോ ഏണിയെ മുറിച്ചുമാറ്റുകയും അത് അയാൾക്ക് പുറകിലായി രണ്ടായി പിളരുകയും ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെയിൻസോയും കൊണ്ട് അയാൾ വരുന്നത് കണ്ട് അയാളുടെ സുഹൃത്ത് ഒരു ചുറ്റികയെടുത്ത് അയാൾക്ക് നേരെ വീശി. എന്നാൽ ആ ചുറ്റിക വായുവിലൂടെ പറന്ന് താഴെയുണ്ടായിരുന്ന കന്യാസ്ത്രീയുടെ തൊട്ടടുത്തുകൂടെ കടന്നുപോയി ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണു. കന്യാസ്ത്രീക്ക് വല്ലാതെ ദേഷ്യം വരികയും അവർ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഏണി ഒടിഞ്ഞുപോയതിനാൽ അവർക്ക് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് കൂട്ടത്തിലൊരു സുഹൃത്ത് അബദ്ധത്തിൽ പള്ളിയിലെ മണി അഴിച്ചുവിട്ടത്. അത് അതിശക്തമായി താഴേക്ക് പതിക്കുകയും കൃത്യമായി കന്യാസ്ത്രീയുടെ മുകളിലേക്ക് വീണ് അവരെ നിലത്ത് പരത്തുകയും ചെയ്തു. ഇത് കണ്ട് പരിഭ്രാന്തരായ 3 സുഹൃത്തുക്കളും അവരെ സഹായിക്കാനായി വേഗത്തിൽ താഴേക്കിറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒടിഞ്ഞ ഏണി തകരുകയും അതിൽ 2 പേർ നേരെ കന്യാസ്ത്രീയുടെ മുകളിലേക്ക് വീണ് അവരെ വീണ്ടും ബോധരഹിതയാക്കുകയും ചെയ്തു. അവർ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് തങ്ങളുടെ 3ാമത്തെ സുഹൃത്ത് ഒടിഞ്ഞ ഏണിയിൽ ബാലൻസ് തെറ്റി അവരുടെ മുകളിലേക്ക് വീഴാൻ പോകുന്നത് അവർ കണ്ടത്. അവർ വേഗത്തിൽ കന്യാസ്ത്രീയെ അവിടെ നിന്നും വലിച്ചുമാറ്റിയെങ്കിലും അബദ്ധത്തിൽ അവരുടെ തല ഒരു ഫയർ ഹൈഡ്രന്റിൽ ചെന്നിടിച്ചു. ആ നിമിഷം തന്നെ അവരുടെ സുഹൃത്തും കൃത്യമായി കന്യാസ്ത്രീയുടെ മുകളിലേക്ക് വന്നിറങ്ങുകയും അവരെ വീണ്ടും താഴെയിടുകയും ചെയ്തു. അവരെ ഉണർത്താനായി അവർ ബക്കറ്റെടുത്ത് മുഖത്തേക്ക് വെള്ളം തളിക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിന് പകരം ചുറ്റിക കൊണ്ടാണ് അവർ കടികൊണ്ടത്. ഇതുപോലത്തെ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ?